കർണാടകയിൽ നിന്നും ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. ബലാത്സംഗത്തിനിരയായ 100-ലധികം പേരെ കുഴിച്ചുമൂടിയതായി കർണാടകയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. 1998 മുതൽ 2014 വരെയുള്ള കാലയളവിൽ ഭീഷണിക്ക് വഴങ്ങി കൃത്യം നടത്തിയെന്നാണ് 2 അഭിഭാഷകരുടെ സഹായത്തോടെ പുറത്തുവിട്ട കത്തിൽ പറയുന്നത്. KB ശ്രീധരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീധരൻ, ഈ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് തെളിയേണ്ടിയിരിക്കുന്നു. പോലീസ് കൃത്യമായ രീതിയിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് സത്യമെങ്കിൽ നടന്നത് വലിയ കുറ്റകൃത്യം. അനശ്വര, തീർച്ചയായിട്ടും അതൊരു ഈ വെളിപ്പെടുത്തൽ വലിയ ഞെട്ടലുണ്ടാക്കിയെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ധർമ്മസ്ഥല എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം പലപ്പോഴായിട്ട് കൊച്ചുകുട്ടികളുടെ ഉൾപ്പെടെ മൃതദേഹങ്ങൾ കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു മറുപടിയാണ് ലഭിക്കുന്നത്. അതായത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി അസ്വാഭാവിക മരണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1998-നും 2014-നും ഇടയിൽ, അതായത് പല പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെട്ട നിലയിലൊക്കെ ആയിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുള്ളത്. ഇതിന് ചില തെളിവുകളൊക്കെ തൻ്റെ കൈവശമുണ്ട് എന്നും ഈ തൊഴിലാളി പറയുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ഒന്നും വെളിപ്പെടുത്താൻ തയ്യാറല്ല. പോലീസിൽ കൃത്യമായിട്ട് പരാതി നൽകിയിട്ടുണ്ട്. ദക്ഷിണ കന്നഡ SP ഈ വിഷയം കൃത്യമായി അന്വേഷിക്കും എന്ന് അറിയിക്കുന്നു. അതുപോലെ തന്നെ ബെൽത്തങ്കടി കോടതി കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാൻ ഉത്തരവിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 2 അഭിഭാഷകർ മുഖേനയാണ് ഈ ശുചീകരണ തൊഴിലാളി കോടതിയെയും പോലീസിനുമൊക്കെ സമീപിച്ചത്. ഏതായാലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നേരത്തെയും ചില ദുരൂഹ ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ നേരത്തെയും വന്നിട്ടുണ്ട്. ചില വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിന് കോടതിയുടെ വിലക്കൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏതായാലും നിലവിൽ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വന്നതിനെ വളരെ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ദക്ഷിണ കന്നഡ SP ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾ പറയുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഈ ശരീരഭാഗങ്ങൾ കത്തിച്ചു എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ അവശിഷ്ടങ്ങൾ ശേഷിക്കുന്നുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ, അതായത് ഇയാൾ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവുകൾ ഇനി ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ പരിശോധിക്കും എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ഏതായാലും വിശദമായ അന്വേഷണത്തിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ കർണാടക പോലീസ് നിയോഗിച്ചിട്ടുണ്ട്. വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഈ വെളിപ്പെടുത്തലിനെ കാണുന്നത്. ഒരു സ്വാധീനത്തിനും വഴങ്ങാതെ ഈ കേസ് അന്വേഷിക്കും. കോടതിയുടെ മേൽനോട്ടം കൂടി ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഇതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ, ചില കേസുകളിൽ, ചില മരണങ്ങളിൽ ഫോട്ടോഗ്രാഫും ഉൾപ്പെടെ ഇയാളുടെ പക്കലുണ്ട് എന്നും ഇയാൾ അവകാശപ്പെടുന്നുണ്ട്. മംഗളൂരു ബേസ് ആയിട്ടുള്ള 2 അഭിഭാഷകരാണ് ഈ പരാതിയുമായി അല്ലെങ്കിൽ ഈ നിയമ നടപടികളുമായിട്ട് ഈ ശുചീകരണ തൊഴിലാളിക്ക് ഒപ്പമുള്ളത്. മറുവശത്ത് ഇയാൾ പറയുന്ന ഭാഗങ്ങളിൽ ഒരു ശ്മശാനം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഒരു വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഏതായാലും ഇതിൽ നിലവിൽ ഇത് സംബന്ധിച്ച ഒരു വ്യക്തത വന്നിട്ടില്ല. വളരെ അവ്യക്തത തന്നെ നിലനിൽക്കുന്നുണ്ട്. പറയുന്ന പല കാര്യങ്ങളിലും അസ്വാഭാവികതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ആവേശത്തോടെ സമീപിക്കാതെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് വേണ്ട നടപടിയെടുക്കുമെന്ന് തന്നെയാണ് ദക്ഷിണ കന്നഡ SP യുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്.